ഗൈസ് എല്ലാവർക്കും സാക്കി സൺസെറ്റ് വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ 2 ദിവസമായിട്ട് എന്താ വീഡിയോ ഇടാത്ത കാരണം പറയാം. നമ്മൾ ഈ 2 ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് 2 ദിവസമായി വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണം തന്നെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഇതേമാതിരി അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിന്ന് രാവിലെ വെക്കാട്ടോ നീച്ച് നമ്മളൊരു 8:30-9 മണിനുള്ളിൽ നീച്ച് അനിയത്തിനെ സ്കൂൾക്ക് കൊണ്ടാക്കി വന്നു. നമ്മളിപ്പോൾ ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്കൊക്കെ എന്തുണ്ടാക്കുന്നതാണ്, ഉച്ചക്കത്തെ വിഭവങ്ങളും അങ്ങനത്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വാ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് ഉച്ചക്കുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്തതും ചിക്കൻ പാർട്സ് വരട്ടിയതുമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും വരട്ടാനുള്ള പാർട്സ് നമുക്ക് മസാല തേക്കുന്ന കാണാം. ഗൈസ് ചിക്കനിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ചതച്ചതും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ കാണിച്ചത്ര ഇട്ടാൽ മതി കേട്ടോ, കൂടുതൽ ഇടണ്ട. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ കാണിക്കുന്ന പോലെ നമ്മൾ അടിപൊളി മിക്സ് ചെയ്താണ് കൊടുക്കണം കേട്ടോ. ഇനി ഗൈസ് നമുക്ക് ചിക്കൻ പാർട്സ് വരട്ടാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവാള ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളിയായി ഇളക്കിയെടുക്കാം കേട്ടോ. അടിപൊളിയായി. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇതിൽ കാണാൻ വരി ഇളക്കാം. നമുക്ക് ചെറുതാക്കി അരണ്ട, ഒരു മീഡിയം വലിപ്പത്തിൽ ഇല്ല തക്കാളി അരിഞ്ഞെടുത്തുകൊണ്ട് അതും ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി പച്ചമുളകിൻ്റെ തണ്ടൊന്ന് അരിഞ്ഞ് നടൊന്ന് പൊളിച്ചുകൊണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേമാതിരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു പരുവത്തിലായാൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണ്ട അത്രയും ആവശ്യത്തിന് ചിക്കൻ മസാലയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ എയർ ഫ്രൈയിൽ പൊരിച്ചണ കാണാം. അപ്പോൾ ഒരു 4-5 പീസ് നമുക്ക് എയർ ഫ്രൈയിൽ വെച്ചെടുക്കാം. ഈ എയർ ഫ്രൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണ അല്ലാതെ പൊരിച്ചെടുക്കാം കേട്ടോ. അതാണ് മെയിൻ പ്രത്യേകത, എണ്ണ വേണ്ട. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാർക്കും രോഗികൾക്കൊക്കെ ഇത് മസ്റ്റാണ്. അപ്പോൾ ഇത് 5,000-6,000 ആ റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് എയർ ഫ്രയർ വെച്ചു. നമുക്കിത് എത്ര മിനിറ്റാണെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ 4 മിനിറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്ലൈ ചെയ്ത് കൊടുത്തു. നമുക്ക് പൊരിച്ചിട നോക്കിയാൽ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ 4-5 പീസാണ് ചട്ടിയിൽ പൊരിച്ചാൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കത്തിച്ചാട്ടോ. സ്മെല്ലൊക്കെ ഭയങ്കര അടിക്കുന്നുണ്ട് കേട്ടോ. ഇട്ടപ്പോൾ തന്നെ അത് തോണാപോയി തന്നെ സ്മെല്ലടിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മുരുമുരു കൊടുക്കുന്ന ബബിളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ബീഫ് വരട്ടാനുള്ളതാണ്, ചിക്കൻ വരട്ടാനുള്ളതാണ്. നമ്മൾ ചിക്കൻ അടിപൊളിയായി നല്ല അടിപൊളിയായി വരത്തിയിട്ടുണ്ട്. അളക്കാം, നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴൊന്നും ആയിട്ടില്ല. ഇറുക്കിയെടുത്ത് കാണാൻ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് ഇറുക്കി പിടിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം കണ്ടോ, അതേമാതിരി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മുരുമുരുക്കളാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ബീഫ് വരട്ടുന്നു ഫ്രൈ ചെയ്യുന്നു ആ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് അവസ്ഥ. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ബബിൾ നിർന്നിട്ടില്ല. ഇത് ചിക്കൻ വരട്ടിയതാണ്. ചിക്കൻ വരട്ടിയത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും സെറ്റാകുന്നുണ്ട്. ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ വരട്ടിയത് കണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്.
കണ്ടോ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും സെറ്റായി വന്നു. മുരിമുരുക്കണേ ഉണ്ടോ ഇപ്പോഴും വെന്താണ്, രണ്ടും വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ പറഞ്ഞു മുരിമുരിക്കൻ വന്നിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ടത് ചിക്കന് വരട്ടിയത്, ചിക്കൻ മസാല ഇട്ടത് ചിക്കന് വരട്ടിയത്. കണ്ടോ നമുക്ക് എയർ ഫ്രൈയിൽ ഇടുന്നതാണ്. കണ്ടോ ഇതാണ് എയർ ഫ്രൈയിൽ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അതാണെന്നറിയോ ഞാൻ കഞ്ഞി പിന്നെ നമ്മൾ അടിപൊളിയായി വന്ന് ചിക്കനും തിന്നുമ്പോഴാണ് കേട്ടോ. ഇപ്പം പൊളിച്ചോക്കാം. ചൂടാണ്. മർത്തി ആവിയൊക്കെ പറക്കണ്ടോ കണ്ടാ. അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചോക്കട്ടോ. എന്താ പറയാ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ ഗൈസ് ചിക്കൻ വരട്ടിയത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബബിളൊക്കെ പാറി മസാല ഒക്കെ പറയുന്നുണ്ട്. കണ്ടോ നല്ല സെറ്റായി ചിക്കൻ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും സെറ്റായി ചിക്കൻ വരട്ടിയത് വന്നിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൻ്റെ അവസ്ഥ. ചിക്കൻ മസാല ഇട്ട് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രൈയിൽ വെച്ച ചിക്കൻ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ നല്ല അടിപൊളിയായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വരട്ടിയ ഇത് നമ്മൾ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് പുതിനയും കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് കണ്ടോ ഇത്തിരി വേപ്പിൻ്റെ ഇലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടല്ലേ ഇനി എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം. അടുപ്പത്തുനിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്, ശ്രദ്ധിക്കണം. അടുപ്പത്തുനിന്ന് എടുത്തിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇതാണ് പ്ലേറ്റ് കിട്ട അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. ചിക്കൻ വരട്ടിയ കറി, ചിക്കൻ വരട്ടിയത് ക്യാരറ്റ് സുർക്കിലിട്ട്, പൂള കടുക് വറുത്തത്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നല്ല മുരുക്കനുള്ള ചിക്കൻ, പിന്നെ എൻ്റെ കാക്കൂൻ്റെ സ്പെഷ്യലായ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ പിന്നെ കുറച്ച് സലാഡുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.